ഹായ് ഓൾ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇൻഫോലൈറ്റ്. നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് KS എക്സാമിൻ്റെ പേപ്പർ 2 ആൻസർ കീ ഡിസ്കഷനാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ഇസ് കറക്റ്റ്? ഇൻ തിയറി ഡാഷ് ആൻഡ് ഡാഷ് it should be equal, but in practice they typically differ because they are constructed in different approaches. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് ഓൺലി 1 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഓൺലി 1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താ? നാഷണൽ ഇൻകം ആൻഡ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റായിട്ട് വരുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following are the features of fifth 5-year plan? ഫിഫ്ത്ത് 5-year പ്ലാനിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഓപ്ഷൻസ് എ ആണ്. ദാറ്റ് ഈസ് ഓൺലി 1, 2 and 3. സ്റ്റേറ്റ്മെൻറ്റ് 1 2 അതുപോലെ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതിൽ കറക്റ്റായിട്ട് വരുന്നത്. എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ്? ദ ഫൈനൽ ഡ്രാഫ്റ്റ് ഓഫ് ദ പ്ലാൻ വാസ് പ്രിപ്പയർഡ് ബൈ ദീപി ധാർ. ഇറ്റ് ഈസ് പ്രൈമർലി ഫോക്കസ്ഡ് ഓൺ ഗരീബി ഹട്ടാവോ. ദ ടാർഗറ്റ് ഗ്രോത്ത് റേറ്റ് വാസ് 4.4%, വൈൽ ദ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് വാസ് 4.8%. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദെൻ മൂവിങ് ടു തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ കീ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ നീതി ആയോഗ്? ഇതിൽ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് 1 3 സ്റ്റേറ്റ്മെൻ്റ് ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ കറക്റ്റായിട്ട് വരുന്നത്. 3 സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദ ഫോർമുലേറ്റ് പോളിസീസ് ആൻഡ് സ്ട്രാറ്റജീസ് ടു എൻഹാൻസ് ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റോ പ്രൊമോട്ട് ദ കോപ്പറേറ്റീവ് ഫെഡറലിസം ത്രൂ പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ്. ദെൻ മൂവിങ് ടു ഫോർത്ത് ക്വസ്റ്റ്യൻ, the MSP for paddy and wheat has grown from rupees 850 and rupees 1080 per quintal in 2008 to 9 to dash and dash per quintal in 2023 to 24. ഇതിൽ വരുന്ന ഓപ്ഷൻ ആൻസർ കീ കൊടുത്തിരിക്കുന്നത് 4C ആണ്. അതായത് 2300 ആൻഡ് 2425. 4C ആണ്. ഓപ്ഷൻ C ആണ് ഇതിൽ ഫോർത്ത് ക്വസ്റ്റ്യനിൽ കറക്റ്റായിട്ട് വരുന്നത്. ദെൻ മൂവിങ് ടു ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് സ്കീംസ് പോളിസീസ് വിത്ത് ദെയർ ഒബ്ജക്റ്റീവ്സ്. അതായത് നമുക്ക് 2 കോളം തന്നിട്ടുണ്ട്, അവർ തമ്മിൽ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഓപ്ഷൻ എ ആണ് എന്തായിട്ട് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് 1B, 2C, 3D, 4A. ഇതാണ് ആൻസർ വരുന്നത്. Then moving to question number 6, which of the following statements accurately represent the characteristics of PMKSY scheme? അതിൽ ആൻസർ വരുന്നത് 6A ആണ് ആൻസർ വരുന്നത്. ദാറ്റ് ഈസ് 1 and 3 ഓൺലി. സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? 1 എന്ന് പറയുന്നത് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ദ ബെനിഫിഷ്യറീസ് ഫോർ ദ year 2024-25 under the watershed component of PMKSY are Uttar Pradesh followed by Jharkhand. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അതാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? കറക്റ്റായ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദ സ്കീം വാസ് ലോഞ്ച്ഡ് ഓൺ July 1, 2015. ഇതാണ് 6ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. ദെൻ 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അസേഷൻ റീസൺ ടൈപ്പാണ്. അസേഷൻ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ദ മാനുഫാക്ചറിംഗ് സെക്ടർ അച്ചീവ്ഡ് ആൻ ആവറേജ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഓഫ് 5.2% ഇൻ ദ ലാസ്റ്റ് ഡിക്കേഡ് ആൻഡ് ഹാഡ് എ ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് 14.3% ഇൻ ഫിസിക്കൽ ഇയർ 23. റീസൺ കൊടുത്തിരിക്കുന്നത് അക്കോർഡിംഗ് ടു ദ എക്കണോമിക് സർവേ ദ മാനുഫാക്ചറിംഗ് സെക്ടർ റിമെയിൻഡ് അറ്റ് ദ ഫോർഫ്രണ്ട് ഓഫ് ദ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ സെക്ടർ ഇൻഡിക്കേറ്റിംഗ് സിഗ്നിഫിക്കൻറ്റ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ലിങ്കേജസ്. ഇതിൽ ആൻസർ 7th വന്നിൽ ബോത്ത് A and R ആർ ട്രൂ ആൻഡ് R ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ A. ഇതാണ് ആൻസർ വന്നത്. അതായത് അസേഷൻ്റെ കറക്റ്റ് ആയിട്ടുള്ള റീസൺ തന്നെയാണ് ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് ആൻസർ. ക്ലിയർ അല്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അതായത് A അസേഷൻ്റെ കറക്റ്റ് റീസൺ തന്നെയാണ്. ഇത് രണ്ടും ട്രൂ ആണ്, കറക്റ്റ് എക്സ്പ്ലനേഷനും ആണെന്നാണ് ആൻസർ വരുന്നത്. ദെൻ മൂവിങ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 8. ഇത് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് തന്നെയാണ് ക്വസ്റ്റ്യൻ. കോളം എയും ബിയും കൊടുത്തിട്ടുണ്ട്. ഇതിൽ വന്നിട്ട് ഓപ്ഷൻ നമ്പർ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് 1D, 2A, 3B, 4C എന്നുള്ളതാണ് ആൻസർ. അതായത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഏതാണ്? മഹാരത്നയാണ്. 2 ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഏതാണ്? നവരത്നയാണ്. 3 എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താ? മിനിരത്ന. 1 CPSES ആണ്, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. ദെൻ 4 എന്ന് പറയുന്നത് നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ലിമിറ്റഡ് എന്താണ്? 4C മിനിരത്ന. 2 CPSES ആണ് ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ?
ഓപ്ഷൻ 8ൻ്റെ ആൻസർ എന്താണ്? എ ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8ൻ്റെ ആൻസർ എ ആണ്. ദെൻ 9, ക്വസ്റ്റ്യൻ നമ്പർ 9 വന്നിട്ട് വിച്ച് സ്റ്റേറ്റ് റാങ്ക്സ് ഹയസ്റ്റ് ഇൻ ദ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി ഇൻ ഇന്ത്യ? 9ാമത്തെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. അതായത് രാജസ്ഥാനാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ദെൻ ഇൻ വിച്ച് ഇയർ വാസ് ദ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ established to regulate and promote fair competition in Indian markets? ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി, അതായത് 2002ലാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. 11, ക്വസ്റ്റ്യൻ നമ്പർ 11, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് എ കീ ഫീച്ചർ ഓഫ് ഭാരത്മാല പരിയോജന ലോഞ്ച്ഡ് ഇൻ ദ 2017 അണ്ടർ ദ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഹൈവേസ്? ഇതിൻ്റെ ആൻസർ എന്താണ്? 11 ബി, അതായത് ഡെവലപ്മെൻറ്റ് ഓഫ് കോംപ്രിഹെൻസീവ് 34,800 കിലോമീറ്റർ നെറ്റ്വർക്ക് ഓഫ് എക്കണോമിക് കോറിഡോർസ് ആൻഡ് മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്സ് ആണ് ഭാരത്മാല പരിയോജന 2017 ലോഞ്ച് ചെയ്ത ഭാരത്മാല പരിയോജനയുടെ കീ ഫീച്ചർ എന്ന് പറയുന്നത്. ദെൻ 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ പ്രൈമറി റീസൺ ഫോർ ദ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ഫോറസ്റ്റ് ഇഷ്യൂയിങ് നോട്ടിഫിക്കേഷൻ ഓൺ ആഷ് യൂട്ടിലൈസേഷൻ? 12ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ഓൺലി 2, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. ഏതാണ്? ടു റെഡ്യൂസ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ ലാൻഡ് ഫോർ ആഷ് ഡിസ്പോസൽ ആൻഡ് അഡ്രസ് ദ പൊല്യൂഷൻ കോസ്ഡ് ബൈ ദ ആഷ്. ക്ലിയർ അല്ലേ? ബി, അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. 13, according to the census of India 1911 and 2011, which of the following statement is or are correct? Select the correct answer from the options given below. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അത് അതിന് വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻസ് കണ്ടുപിടിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താ അവർ തന്നിരിക്കുന്നത്? ദ ടോട്ടൽ നമ്പർ ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ വാസ് 25,20,93,390 in 1911. And statement 2 എന്താണ്? India's population has rapidly increased to 121,08,54,977 നമ്പർ കൊടുത്തിട്ടുണ്ട് in 2011. ഇതിലെന്ന് പറയുന്നത് ഓപ്ഷൻ 13ൻ്റെ ആൻസർ വന്നിട്ട് എ ആണ്. അതായത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണെന്നുള്ളതാണ് നമ്മുടെ 13ൻ്റെ ആൻസർ. ദെൻ 14th നോക്കുവാണെങ്കിൽ കൺസിഡർ ദ following the details as per the per periodic labor force survey report 2023-24. 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ആർ കറക്റ്റ്? സെലക്ട് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. 14th ആൻസർ എന്താ നിൽക്കുന്നത്? ബി, അതായത് 1 and 2 ഓൺലി കറക്റ്റ്. 1 and 2 പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാ? ദ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഫോർ ദ ഇൻഡിവിജ്വൽ ഏജ് 15 years and above was 3.2% in 2023-24. രണ്ടാമത്തേന്ന് പറയുന്നത് ദ urban unemployment rate for people aged 15 years and above was 6.4% in the Q2 fiscal year 25. ഓക്കെ, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ് 14th കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, 5th ക്വസ്റ്റ്യൻ വന്നിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ UNDP HDR 2023-24 indicated that the following findings. Which of the findings are correct? Select the correct answer from the options given below. ഇതിൽ 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. 15ാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് 1, 2, 3 3 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെന്നുള്ളതാണ് ആൻസർ. 3 സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്? ദ വാല്യൂ ഓഫ് ദ HDI ഓഫ് ഇന്ത്യ വാസ് 0.644 in 2022 and stood at 134 rank among the 193 countries in the world. Statement 2, the value of India's gender development index was 0.852 in 2022. Third statement, the life expectancy at birth was 67.7 years in 2022. 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. Then 16th question, match list 1 with list 2 relating to the deficit statistics of the 2023-24 and select the correct answer from the options given below. 2 ലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയാണ്, റവന്യൂ ഡെഫിസിറ്റ് എത്രയാണ്, പ്രൈമറി ഡെഫിസിറ്റ് എത്രയാണ്, എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതിൽ ഓപ്ഷൻ വരുന്നത് 16th ആൻസർ വരുന്നത് ബി ആണ്. അതായത് 1C, 2B, 3A, 4D അതാണ് ആൻസർ വരുന്നത്. അതായത് ഏതാണ്? ഒന്നാമത്തെ ഫിസിക്കൽ ഡെഫിസിറ്റ് ഏതാ സാധനം, ഏതാ നമ്പർ എത്രയാണ് വരുന്നത്? ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് സി ആണ്, അതായത് 5.6. ദെൻ 2 റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ബി ആണ്, 2.6 ആണ്. 3A പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 2.0 ആണ്. ദെൻ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഡി 1.6 ആണ് ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? ഓപ്ഷൻ ബി ആണ് 16ാമത്തെ അല്ലേ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. 16ാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ദെൻ 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം നമുക്ക്.
17-ാമത്തിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് ദ GST കൗൺസിൽ ഓഫ് ഇന്ത്യ. GST കൗൺസിലെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സെലക്ട് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗീവൺ ബിലോ. ഇതിൽ ആൻസർ വരുന്നത് 17ൻ്റെ ആൻസർ സി ആണ്, അതായത് 2 ഓൺലി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളൂ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ദ യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ ഇൻ ദ ഇസ് ദ ചെയർമാൻ ഓഫ് GST കൗൺസിൽ ഓഫ് ഇന്ത്യ. GST കൗൺസിലിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ ആണെന്നുള്ളതാണ് ആൻസർ വരുന്നത്. അത്രേ ഉള്ളൂ. ദെൻ 18th ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. The Economic Survey 2024-25 released the following status of India's external sector. Select the correct answer from the options given below. Okay. ഇതിൽ 18-ാമത്തിൽ ഡി ആണ് വരുന്നത്. ഡി എന്താണ്? 1, 2, 3, അതായത് 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 3 സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് ഇതിൽ കറക്റ്റാണ്. എന്താ 3 സ്റ്റേറ്റ്മെൻറ്റ്? ഇന്ത്യസ് ടോട്ടൽ എക്സ്പോർട്സ് മെർച്ചൻഡൈസ് പ്ലസ് സർവീസസ് വേർ $6602.6 billion in the first 9 months of fiscal year 25. India's total imports during April to December 2024 reached $682.2 billion. The gross FDI inflows increased from $47.2 billion in the first 8 months of fiscal year 24 to $55.6 billion in the same period of fiscal year 25. ക്ലിയർ അല്ലേ? അതായത് 3 ഓപ്ഷനും ഈ ക്വസ്റ്റനിൽ കറക്റ്റാണ്. അത്രേ ഉള്ളൂ. ദെൻ നമുക്ക് 19ാമത്തെ ക്വസ്റ്റനിലേക്ക് കിടക്കാം. 19ാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അക്കോർഡിംഗ് ടു ദ എക്കണോമിക് സർവേ 2024-25. സെലക്ട് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഇതിൽ ആൻസർ വന്നത് സി ആണ്, അതായത് ബോത്ത് 1 and 2. 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. 2 സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്? ഇന്ത്യസ് കറക്റ്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് വാസ് 1.2% ഓഫ് ദ GDP ഇൻ Q2 of fiscal year 25 and India's current account deficit is 1.3% of GDP in the Q2 of fiscal year 24. ഈ 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് കറക്റ്റായിട്ട് വരിക. Then moving to 20th question, Kerala's economic performance in 2023-24 was marked by the robust growth across all the sectors. Which of the following statement is correctly representing the changes in the sectoral growth from 2022-23 to 23-24? ഇതിൽ ആൻസർ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. എ സ്റ്റേറ്റ്മെൻറ്റ് ഏതാ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്? ദ പ്രൈമറി സെക്ടർ ഗ്രോത്ത് ഇൻക്രീസ്ഡ് ഫ്രം 0.9% to 4.7%, while the secondary sector grew from 3.2% to 4.1%. ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 21ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ കേരളാസ് സെക്കൻഡ് ഫേസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. ഇതിൽ നമുക്ക് വായിച്ചാൽ തന്നെ അറിയാം, ഇൻക്രീസ്ഡ് പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ടാണ് ആൻസർ വരുന്നത്. അതായത് ബി ആണ് ഇതിൽ ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 22ാമത്തെ ക്വസ്റ്റ്യൻ എത്തി നമ്മൾ. 22ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ദ ഇന്ത്യാസ് സ്കിൽ റിപ്പോർട്ട് 2024 പ്ലേസ്ഡ് കേരള ആസ് ദ മോസ്റ്റ് പ്രിഫേർഡ് സ്റ്റേറ്റ് ഫോർ എംപ്ലോയബിൾ ടാലൻറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കീ ഫാക്ടർ കോൺട്രിബ്യൂട്ടിംഗ് ടു ദിസ് റാങ്കിങ്? 22ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓൾ ഓഫ് ദ എബോവ്. എന്ന് വെച്ചാൽ എന്താ? ബാക്കി നമ്മൾ മേലെ കൊടുത്ത എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ഇതിൽ കറക്റ്റായിട്ടുള്ള കീ ഫാക്ടറാണെന്ന് പറയുന്നത്. അതായത് ഏതാ? കേരളാസ് ഹൈ പെർ ക്യാപിറ്റ GSDP ആൻഡ് ലോ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. ദെൻ ദ സ്റ്റേറ്റ്സ് ടോപ്പ് റാങ്കിങ് ഇൻ ദ SDG goal 4. Then proactive policy reforms in State Business Reforms Action Plan 2022. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ കേരളാസ് കോപ്പറേറ്റീവ് സെക്ടർ ഇസ് ഫാൾസ്? ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യനിൽ ഇൻകറക്റ്റ് ആണോ കറക്റ്റ് ആണോ അഥവാ ട്രൂ ആണോ ഫാൾസ് ആണോ ചോദിച്ചിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? ഫാൾസ് ആയ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 23ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. അതായത് കേരള ഹാസ് ഓവർ 16,000 രജിസ്റ്റേർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബട്ട് ലെസ് ദാൻ 50% ആർ ആക്റ്റീവ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. ബാക്കിയെല്ലാം ശരിയാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, വായിക്കുമ്പോൾ നമ്മൾ തിരക്കിൽ വായിക്കുമ്പോൾ എന്താണ് ട്രൂ ആണോ ഫാൾസ് ആണോ അതോ കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ ചോദിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കണം. ദെൻ 24ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വിച്ച് 2 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഡിഡ് കേരള ടോപ്പ് ഇൻ ദ SDG ഇന്ത്യ ഇൻഡെക്സ് 2023-24? 24th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? ഗോൾ 2, അതായത് 0 ഹങ്കർ ആൻഡ് ഗോൾ 4 ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് ആൻസറായിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേരളാസ് ഫസ്റ്റ് IT കോറിഡോർ ഇസ് ലൊക്കേറ്റഡ് അലോങ് വിച്ച് ഹൈവേ? ഇതിൽ ഓപ്ഷൻ 25ൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്, അതായത് NH 66 ആണ് ഇതിൽ ആൻസറായിട്ട് വരുന്നത്. Then next question, Kerala Land Reforms Act 1963 aimed primarily to താഴെ കാണുന്ന നാലെണ്ണത്തിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ബി ആണ് ആൻസർ. അബോളിഷ് ടെനൻസി ആൻഡ് പ്രൊവൈഡ് ലാൻഡ് ഓണർഷിപ്പ് ടു ദ ടെനൻസ്. അതാണ്
26ൻ്റെ ആൻസർ വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 27 ആണ്. മാച്ച് ദ ഫോളോയിങ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് ഇൻ കേരള വിത്ത് ദെയർ റെസ്പെക്റ്റീവ് ബെനിഫിഷ്യറീസ്. നമുക്ക് അതിൽ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകളും കൊടുത്തിട്ടുണ്ട്, ബെനിഫിഷ്യറി ഗ്രൂപ്പും കൊടുത്തിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ് ആണ് പറയുന്നത്. ഇതിൽ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് കേട്ടോ. അതായത് 27ാമത്തിൽ എ എന്ന് പറയുന്നത് എന്താ? ഒന്നാമത്തെ കാരുണ്യ ഹെൽത്ത് സ്കീം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഇൽനെസ് പേഷ്യൻസ്. ദെൻ ബി ആണ് ക്രിട്ടിക്കൽ ഇൽനെസ് പേഷ്യൻസ്. പ്രവാസി വെൽഫെയർ ഫണ്ട് എന്ന് പറയുന്നത് എ, നോൺ റെസിഡൻറ്റ് കേരളൈറ്റ്സ്. കിസാൻ അഭിമാൻ സ്കീം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്. കേരള അഗ്രികൾച്ചർ വർക്കേഴ്സ് എന്ന് പറയുന്നത് പെൻഷൻ സ്കീം എന്ന് പറയുന്നത് ഏതാ? 4C ആണ്, എൽഡർലി അഗ്രികൾച്ചർ വർക്കേഴ്സ്. ഇത് നമുക്ക് വലിയ ധാരണയില്ല, പഠിച്ചിട്ടില്ലെങ്കിൽ കൂടെ കുറച്ച് ആ ടൈമിലൊന്ന് കോമൺ സെൻസ് യൂസ് ചെയ്ത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ 27th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ എ ആണ് ആൻസർ. 28th വന്നിട്ട് വിച്ച് കേരള ടൂറിസം ഇനീഷ്യേറ്റീവ് പ്രൊമോട്ട്സ് റെസ്പോൺസിബിൾ ടൂറിസം പ്രാക്ടീസസ്. 28th ആൻസർ എന്ന് പറഞ്ഞിട്ട് റെസ്പോൺസിബിൾ ടൂറിസം മിഷനാണ് ആൻസർ വരുന്നത്. ഓക്കെ. 29 എന്താ? വാട്ട് ഇസ് ദ വൺ ഓഫ് ദ കീ സ്ട്രാറ്റജീസ് ഓഫ് ദ 14th 5-year പ്ലാൻ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഇൻ കേരള? 5-year പ്ലാനിൻ്റെ ക്വസ്റ്റ്യൻസ് ഇത് രണ്ടാമതാണ് സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണുന്നത് അല്ലേ. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും 5-year പ്ലാൻ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതെന്തായാലും പഠിച്ചിട്ട് പോയി. ഏതൊരു PSC എക്സാമിനും യൂസ്ഫുൾ ആയിരിക്കും പഞ്ചവത്സര പദ്ധതിയിലെ പല ക്വസ്റ്റ്യനുകളും. 29ാമത്തെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. അതായത് ഏതാ? ഇൻക്രീസിങ് ദ എൻറോൾമെൻറ്റ് ആൻഡ് ഇംപ്രൂവിങ് ക്വാളിറ്റി. അതാണ് 14th 5-year പ്ലാനിൻ്റെ കീ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ദെൻ 30ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് ആർദ്രം മിഷൻ? ആർദ്രം മിഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾ എന്താണ്, അല്ലെങ്കിൽ പ്രൈമറി ആയിട്ടുള്ള അവരുടെ ആദ്യത്തെ ഗോൾ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. 30ാമത്തെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്, ടു മേക്ക് ദ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് മോർ പീപ്പിൾ ഫ്രണ്ട്ലി. നമുക്ക് ഇതിലെല്ലാം തന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് വായിച്ചിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് PSC പ്രാവശ്യം പല ക്വസ്റ്റ്യൻസും തന്നിരിക്കുന്നത്. ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് ആൻസർ ക്രാക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 31. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫാക്ടർ കോൺട്രിബ്യൂട്ടിംഗ് ടു ദ കേരളാസ് ഇൻക്രീസിംഗ് ഡ്രോട്ട് ഫ്രീക്വൻസി? 31st ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, ദാറ്റ് ഇസ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഓക്കെ. Then 32. Which of the following statements best defines the nature and the scope of the science and technology? 32ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. സയൻസ് ഇൻവോൾവ്സ് സിസ്റ്റമാറ്റിക് ഇൻക്വയറി to understand the natural phenomena while technology applies this knowledge for the practical benefits ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 33ാമത്തേക്ക് കിടക്കാം. വാട്ട് ഇസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് നാഷണൽ പോളിസീസ് ഓൺ ദ സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ ഇന്നോവേഷൻസ്? 33ാമത്തെ ആൻസർ സി ആണ്. എന്നാൽ സി എന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ടു പ്രൊമോട്ട് ദ റിസർച്ച്, ഇന്നോവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അക്രോസ് ദ നേഷൻ ആണ് 33ാമത്തെ ആൻസർ. ദെൻ 34 എന്ന് പറയുന്നത് ഹൂ ഈസ് പോപ്പുലർലി നോൺ ആസ് ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഫോർ ഹിസ് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ടു ദ ഡിഫൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ? ഇതിലൊരു ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വേറെ ഇല്ലയെന്ന് തന്നെ പറയാം. ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. Then which government initiative is primarily aimed at promoting the use of ICT? 35ാമത്തെ ആൻസർ ഡിജിറ്റൽ ഇന്ത്യ ആണ് ആൻസർ വരുന്നത്. നെറ്റിക്വിറ്റി റെഫേഴ്സ് ടു 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. അതിൽ നെറ്റിക്വിറ്റി എന്ന് പറയുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 36ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. അതായത് ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ഫോർ റെസ്പെക്ട്ഫുൾ ആൻഡ് എത്തിക്കൽ ബിഹേവിയർ വെൻ കമ്മ്യൂണിക്കേറ്റിംഗ് ഓൺലൈൻ. അത് നമുക്ക് ബാക്കി ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പോകുന്ന തരത്തിലാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. Then 37th question, which of the following best describes the benefits of artificial intelligence and robotics? 37ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. They enhance the automation, increase the efficiency and improve precision across the various sectors. 37th ആൻസർ എന്താ? ബി ആണ് ആൻസർ. Then 38th question, what role does the ICT play in governance? ICT ഇതിപ്പോൾ ആ സെയിം ടോപ്പിക് എന്ന് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. Then 38ൻ്റെ ആൻസർ എന്താ? സി ആണ്. ഇറ്റ് സ്ട്രീം ലൈൻസ് ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇംപ്രൂവ് സർവീസ് ഡെലിവറി ടു ദ സിറ്റിസൺസ്. ക്ലിയർ അല്ലേ? ICTൻ്റെ റോളിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇറ്റ് സ്ട്രീം ലൈൻസ് ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇംപ്രൂവ് സർവീസ് ഡെലിവറി, സിറ്റിസൺസിൻ്റെ സർവീസ് ഡെലിവറി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ICTയുടെ റോള്. 39ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പാർട്ട്? ശ്രദ്ധിക്കണം, പാർട്ട് അല്ലാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. നോട്ട് എ പാർട്ട് ഓഫ് ആൻ ആസ്ട്രോനട്ട് ട്രെയിനിങ് ഓഫ് ഗഗൻയാൻ. 39ാമത്തെ ആൻസർ ന്യൂക്ലിയർ റേഡിയേഷൻ ഷീൽഡിംഗ് ടെസ്റ്റ് ആണ് ആൻസർ വരുന്നത്. ദെൻ 40
which of the following is not a challenge? വീണ്ടും the question, not a challenge in developing reusable launch vehicles. റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾസിൽ ഡെവലപ്പ് ചെയ്യുന്നത് ചലഞ്ച് അല്ലാത്ത എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 40ാമത്തെ ബി ആണ്, ലോ കോസ്റ്റ് ഫ്യൂവൽ അവൈലബിലിറ്റി ആണ് നമുക്ക് ചലഞ്ച് അല്ല എന്ന് പറയാൻ പറ്റുന്നത്. ദെൻ 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് ഇസ് ഇന്ത്യാസ് ഫസ്റ്റ് എക്സ്പെരിമെൻ്റൽ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ കാപ്പബിൾ ഓഫ് പ്ലേസിംഗ് 40 kg ക്ലാസ് പേലോഡ്സ് ഇൻ ലോ എർത്ത് ഓർബിറ്റ്? അതിൻ്റെ ആൻസർ 41C ആണ്, SLV-3. ഓക്കെ. 42 വന്നിട്ട് വിച്ച് ഇസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് സോളാർ പാർക്ക്? വേൾഡ്സ് ലാർജസ്റ്റ് സോളാർ പാർക്ക് ആണ് ക്വസ്റ്റ്യൻ. എ ആണ്, അതായത് ബദിയ സോളാർ പാർക്ക്. എവിടുത്തെ? രാജസ്ഥാനിലെ ബദിയ സോളാർ പാർക്കാണ് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് സോളാർ പാർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 43 ആണ്. വിച്ച് ഇസ് ദ ലാർജസ്റ്റ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഇൻ ഇന്ത്യ? കൂടംകുളം അല്ലേ, നമുക്കറിയാവുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ 43. കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. എവിടെയാണ്? തമിഴ്നാടുവിൽ സ്ഥിതി ചെയ്യുന്ന കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് ലാർജസ്റ്റ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. 44 ദിസ് ഇസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ്റെ ഒബ്ജക്റ്റീവ് അല്ല എന്ന് പറയുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും? ടു പ്രൊമോട്ട് ഹൈഡ്രജൻ വെപ്പൺസ് ഓവർ ദ അതർ ന്യൂക്ലിയർ വെപ്പൺസ്. അത് നമുക്ക് സെയിം, നമുക്ക് ഓപ്ഷൻസ് വായിച്ചിട്ട് കുറച്ച് ആലോചിച്ചാൽ എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന സംഭവമാണ്. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തതാണ് ക്വസ്റ്റ്യൻ. ടു പ്രൊമോട്ട് ദ ഹൈഡ്രജൻ വെപ്പൺസ് ഓവർ അതർ ന്യൂക്ലിയർ വെപ്പൺസ് ആണ് ആൻസർ വരുന്നത്. 45ാമത്തെയോ വിച്ച് ആർ ദ സോഴ്സസ് ഫോർ സെലീനിയം കണ്ടാമിനേഷൻ ഇൻ ഇന്ത്യ എമംഗ് ദ ഫോളോയിങ്? 45ൻ്റെ ആൻസർ ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ്. അതായത് ഇൻഡസ്ട്രിയൽ സോഴ്സസ് ആയാലും അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ആയാലും ഗ്രൗണ്ട് വാട്ടർ ആയാലും സെലീനിയം കണ്ടാമിനേഷൻ്റെ സോഴ്സസ് ആണ് എന്നാണ് പറയുന്നത്. ദെൻ 46ാമത്തെ നോക്കാം. ദ ആൾട്ടർനേറ്റീവ്സ് ഫോർ ഓസോൺ ഡെപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് ഹാവ് കോസ്റ്റ് ഫോർ? ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, അതായത് ഓൺലി 2 and 3. 2 and 3 എന്ന് പറയുമ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് എഫക്റ്റിൻ്റെ ഇൻക്രീസ് ആൻഡ് ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് കോമ്പൗണ്ട്സ് വിത്ത് ഹൈ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ആണ് ആൻസർ വരുന്നത്. ദെൻ 47th നോക്കുകയാണെങ്കിൽ വിച്ച് ആർ ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ക്യോട്ടോ പ്രോട്ടോക്കോൾ? 47ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, ഓൺലി 1 and 4. 1 ഉം 4 ഉം എന്താ? ടു അച്ചീവ് ദ സ്റ്റെബിലൈസേഷൻ ഇൻ ദ ഗ്രീൻ ഹൗസ് ഗ്യാസ് കോൺസെൻട്രേഷൻ. ദെൻ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ടു എൻഷുർ ദാറ്റ് ഫുഡ് പ്രൊഡക്ഷൻ ഇസ് നോട്ട് ത്രെട്ടൻഡ്. ഇത് രണ്ടെണ്ണമാണ് മേജർ ഒബ്ജക്റ്റീവ്, ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ 48th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് ക്യാൻ ബി സ്റ്റാർട്ടഡ് വിത്തിൻ 10 kilometers ഓഫ് എ പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് സച്ച് ആസ് സാങ്ച്വറി ആൻഡ് നാഷണൽ പാർക്ക്. ഇതിൽ സി ആണ് ആൻസർ വരുന്നത്, ഓൺലി 2. ഓക്കെ. 2 എന്ന് പറയുന്നത് എന്താ? ക്ലിയറൻസ് ഫ്രം ദ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് ഇസ് റിക്വയർഡ്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ബാക്കിയെല്ലാം തെറ്റാണ്. അതായത് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിൽ നിന്നും ക്ലിയറൻസ് വേണം എന്നുള്ളത് മാത്രമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. 49ാമത്തെ നോക്കുകയാണെങ്കിൽ എക്കോ സെൻസിറ്റീവ് സോണിനെ കുറിച്ചാണ് ചോദ്യം. അതെന്താണെന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ മേലെ കൊടുത്തിരുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് എക്കോ സെൻസിറ്റീവ് സോണുമായിട്ട് കറക്റ്റായിട്ട് മാച്ച് ആവുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സി ആണ് ആൻസർ വരുന്നത്, അതായത് ഓൺലി 1 എന്നുള്ളതാണ് ആൻസർ. 1 എന്താണ്? ദ ഏരിയാസ് നോട്ടിഫൈഡ് അണ്ടർ ദ എൻവറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 അറൗണ്ട് ദ നാഷണൽ പാർക്സ് ആൻഡ് സാങ്ച്വറീസ് എക്സെട്ര. അതിനെയാണെന്ത് പറയുന്നത്? എക്കോ സെൻസിറ്റീവ് സോൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ കാർബൺ ഓഫ്സെറ്റിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. കാർബൺ ഓഫ്സെറ്റിന് ആയിട്ട് സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്, അതായത് 1ഉം 3ാമത്തെയും ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. 1ഉം 3ഉം എന്താണ്? കാർബൺ ഓഫ്സെറ്റ്സ് ആർ ക്രെഡിബിൾ ഫോർ റിഡക്ഷൻസ് ഇൻ ദ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? കാർബൺ ഓഫ്സെറ്റ്സ് ആർ ക്വാണ്ടിഫൈഡ് ആൻഡ് സോൾഡ് ഇൻ മെട്രിക് ടൺസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇക്വിവാലൻറ്റ്. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 51st question. Choose an appropriate synonym for the underlined word and mark your answer in the response sheet. The young lawyer spoke with deference to the judge, acknowledging her years of experience and wisdom. ഇതിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, അതായത് ഹംബിൾ സബ്മിഷൻ ആൻഡ് റെസ്പെക്റ്റ് ആണ് ആൻസർ വരുന്നത്. ഇത് നമുക്ക് ഓപ്ഷൻസ് വെച്ച് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. നെഗറ്റീവ് മീനിങ്ങും പോസിറ്റീവ് മീനിങ്ങും വെച്ചും എലിമിനേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു.
Then 52nd question, complete the sentence using the present perfect tense form and mark your answer in the response sheet. ഇതിൽ 52nd ആൻസർ 2 ആണ്, ബി ആണ് ആൻസർ വരുന്നത്. ഹാവ് നോൺ, അതായത് ദേ ഹാവ് നോൺ ഈച്ച് അതർ സിൻസ് ദെയർ ചൈൽഡ്ഹുഡ് ആണ് ആൻസർ വരുന്നത്. അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. ചൂസ് അപ്രോപ്രിയേറ്റ് കണക്റ്റേഴ്സ് ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദ റെസ്പോൺസ് ഷീറ്റ്. ഡാഷ് ദ ഓപ്പർച്യൂണിറ്റി റൈസസ്, സീസ് ഇറ്റ് വിത്തൗട്ട് ഹെസിറ്റേറ്റിംഗ്, ഡാഷ് ഫിയറിംഗ് ഡാഷ് യു മൈറ്റ് ഫെയിൽ. ഇതിൽ 53 ആൻസർ ഡി ആണ് വരുന്നത്. ദാറ്റ് ഈസ് വെൻ എവർ ഓർ ദാറ്റ്. ഇതെങ്ങനെയാണ് വരാം? വെൻ എവർ ദ ഓപ്പർച്യൂണിറ്റി അറൈസസ്, സീസ് ഇറ്റ് വിത്തൗട്ട് ഹെസിറ്റേറ്റിംഗ് ഓർ ഫിയറിംഗ് ദാറ്റ് യു മൈറ്റ് ഫെയിൽ. Then next question, 54th question, convert the sentence into complex sentence and mark your answer in the response sheet. 54th സി ആണ് ആൻസർ വരുന്നത്. അതായത് ഹി വാസ് ഇൻഡിഫറൻറ്റ് ആൻഡ് ദേ പണിഷ്ഡ് ഹിം. അതാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഹി വാസ് ഇൻഡിഫറൻറ്റ് ആൻഡ് ദേ പണിഷ്ഡ് ഹിം. ആൻസർ സി എന്ന് പറയുമ്പോൾ അത് കോംപ്ലക്സ് സെൻറ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താവും? ആസ് ഹി വാസ് ഇൻഡിഫറൻറ്റ് ദേ പണിഷ്ഡ് ഹിം ആയി മാറും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. 55th question, complete the sentence using a suitable preposition and mark your answer in the response sheet. 55th question എന്താ? I filled the tank but unfortunately I filled it dash the wrong kind of fuel. In, on, with, by ആണ് ആൻസർ. വിത്ത് ആണ് ആൻസർ വരിക. അതായത് ഐ ഫിൽഡ് ദ ടാങ്ക് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ ഫിൽഡ് ഇറ്റ് വിത്ത് റോങ് കൈൻഡ് ഓഫ് ഫ്യൂവൽ. ഓക്കെ അല്ലേ? വിത്താണ് അവിടെ വരേണ്ടത്. Then choose an appropriate phrasal verb and mark your answer in the response sheet. They were walking too fast. I could not dash with him. ആൻസർ എന്താ? കീപ്പ് അപ്പ് ആണ് വരിക. ഐ കുഡ് നോട്ട് കീപ്പ് അപ്പ് വിത്ത് ഹിം ആണ് വരിക. കീപ്പ് അപ്പ് വിത്ത് ദം ആണ് വരിക. Fill in with the appropriate pronouns and mark your answer in the response sheet. It is an interesting book. I have read this a long ago. It is not mine. It is dash. എന്താ ആൻസർ വരിക? ഇറ്റ് ഈസ് ഹേഴ്സ്. അത് അവളുടേതാണ്. ഇറ്റ് ഈസ് ഹേഴ്സ് ആണ് അവിടെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള, അതായത് കോമ എന്താ ഹൈഫണും കോമയും എല്ലാം വരേണ്ട ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ കറക്റ്റ് പങ്ക്ച്വേഷൻ വെച്ചിട്ട് നമ്മളതിനെ അറേഞ്ച് ചെയ്തിട്ട് ഏതാണ് കറക്റ്റ് ഉള്ളതെന്നുള്ളത് മാർക്ക് ചെയ്യണം. ഈവൻ ദോ ഇറ്റ് വാസ് ലേറ്റ് ഓൾമോസ്റ്റ് മിഡ് നൈറ്റ് ഷീ കണ്ടിന്യൂഡ് റീഡിങ് ഹർ ബുക്ക് അൺഏബിൾ ടു പുട്ട് ഇറ്റ് ഡൗൺ നോയിങ് ദാറ്റ് ഷീ വുഡ് റിഗ്രറ്റ് സ്റ്റേയിങ് അപ്പ് സോ ലേറ്റ്. ക്വസ്റ്റനിൽ യാതൊരുവിധ പങ്ക്ച്വേഷൻ മാർക്ക് അവർ ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ കറക്റ്റ് പങ്ക്ച്വേഷൻ മാർക്ക് ഈ 4 ഓപ്ഷനിൽ നിന്ന് ഏതാണെന്ന് സെലക്ട് ചെയ്യാണ് വേണ്ടത്. 58ാമത്തെ ആൻസർ സി ആണ്. ഇതാണ് ആൻസർ വരുന്നത്. ഓക്കെ. 59ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കറക്റ്റ് ദ എറർ ഓഫ് എനി ഇൻ ദ ഗിവൺ ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദ റെസ്പോൺസ് ഷീറ്റ്. ദ സീനറീസ് ആർ ബ്യൂട്ടിഫുൾ. ഇതിൽ എറർ എന്താണ്? എറർ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. 59ാമത്തെ ക്വസ്റ്റ്യൻ എറർ മാറ്റി ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്തായാലും ആൻസർ ആകും സീനറി ഈസ് ബ്യൂട്ടിഫുൾ ആവും. ആറല്ല, സീനറി ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ് നമ്മൾ എറർ മാറ്റിയിട്ട് ചേഞ്ച് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ സെൻറ്റൻസ് യൂസിങ് ദ കറക്റ്റ് വേർബ് ഫോം ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദ റെസ്പോൺസ് ഷീറ്റ്. The lifespan of certain species dash very short. Option B ആണ് is very short. Lifespan of the certain species is very short എന്നുള്ളതാണ് ആൻസർ വരേണ്ടത്. Add a suitable question tag and mark your answer in the response sheet. We used to studies together. 61ന്റെ ആൻസർ didn't we. അതായത് ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ didn't we എന്ന് വരണം. ക്ലിയർ അല്ലേ? Insert the most suitable adverb of the cause and mark your answer in the response sheet. He was late for the meeting. Dash, he missed the initial proceedings of the event. ഓപ്ഷൻ എ ആണ്, അതായത് കോൺസിക്വൻ്റ്ലി. അതുകൊണ്ട് തന്നെ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഹി വാസ് ലേറ്റ് ഫോർ ദ മീറ്റിംഗ്, കോൺസിക്വൻ്റ്ലി അവൻ എന്ത് സംഭവിച്ചു? ഹി മിസ്ഡ് ദ ഇനീഷ്യൽ പ്രൊസീഡിംഗ് ഓഫ് ദ ഇവൻറ്റ്. ഇവൻറ്റിൻ്റെ ഇനീഷ്യൽ പ്രൊസീഡിങ്സ് അവർക്ക് മിസ്സായി. ക്ലിയർ അല്ലേ? 63ാമത്തെ ക്വസ്റ്റ്യൻ, യൂസ് ദ അഡ്ജക്റ്റീവ് പ്രൊവൈഡഡ് ഇൻ ദ ബ്രാക്കറ്റ് ഇൻ അപ്രോപ്രിയേറ്റ് പൊസിഷൻ ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദ റെസ്പോൺസ് ഷീറ്റ്. ഷീ ഫൗണ്ട് ബുക്സ് ടു ബി ഹെർ ഓൺലി സോഴ്സ് ഓഫ് ഹാപ്പിനെസ്. ബ്രാക്കറ്റിൽ എന്താ കൊടുത്തിരിക്കുന്നത്? റെയർ എന്നുള്ള വേർഡാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ആൻസർ സി ആണ് വരുന്നത്. അതായത് ഷീ ഫൗണ്ട് റെയർ ബുക്സ് ടു ബി ഹെർ ഓൺലി സോഴ്സ് ഓഫ് ഹാപ്പിനെസ്. കുറച്ച് റെയർ ആയിട്ടുള്ള ബുക്സ് അവൾ അവളുടെ സന്തോഷത്തിൻ്റെ സോഴ്സായിട്ട് കണ്ടെത്തിയിരുന്നു.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 64ാമത്തെ ക്വസ്റ്റ്യൻ ചൂസ് ദ കറക്റ്റ് ആക്റ്റീവ് വോയിസ് ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദ റെസ്പോൺസ് ഷീറ്റ്. ദ ലെസൺ വാസ് എക്സ്പ്ലെയിൻഡ് ബൈ ദ ടീച്ചർ ക്ലിയർലി. ഇത് നമ്മൾ ഈ വോയിസ് നമ്മൾ കറക്റ്റ് ചെയ്യണം. 64ാമത്തെ ആൻസർ സി ആണ്. അതായത് ദ ടീച്ചർ എക്സ്പ്ലെയിൻഡ് ദ ലെസൺ ക്ലിയർലി എന്നുള്ളതാണ് ആൻസർ വരിക. ഓക്കെ. ദെൻ യൂസ് ദ അപ്രോപ്രിയേറ്റ് റിലേറ്റീവ് പ്രോനൗൺ to complete the sentence and mark your answer in the response sheet. That is the girl dash we met yesterday. എന്താ വരേണ്ടത്? whom we met yesterday. That is the girl whom we met yesterday. ഇന്നലെ കണ്ടിരുന്ന പെൺകുട്ടി അവളാണ്. ഇന്നലെ കണ്ടിരുന്നത് അത്. അപ്പോൾ അവിടെ എന്താ വരേണ്ട? ഡാഷ് whom ആണ് വരേണ്ടത്. ഓക്കെ. Insert the correct tense forms and mark your answer in the response sheet. When they realize that I dash at them, they dash away. ഇതിൽ ആൻസർ was looking turned away എന്നാണല്ലോ വരേണ്ടത്. അതെങ്ങനെ ഫിൽ ചെയ്യാൻ നോക്കുക? when they realized I was looking at them, they turned away. ഞാൻ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് അവർ മനസ്സിലാക്കിയ നിമിഷം എന്ത് ചെയ്തു? അവർ തിരിഞ്ഞു. turned away. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് an appropriate idiom and complete the sentence and mark your answer in the response sheet. She didn't mean to dash, but she accidentally revealed the surprise party details. ഇത് കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്നൊരു സംഭവമാണ്. സ്പിൽ ദ ബീൻസ് അല്ലേ? സീക്രട്ട് റിവീൽ ചെയ്യുന്നതിന് എന്താ പറയുക? സ്പിൽ ദ ബീൻസ് എന്നാണ് വരിക. സിമ്പിൾ അല്ലേ? 68ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ആൻറ്റണിം ഫോർ ദ അണ്ടർലൈൻഡ് വേർഡ് ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദ റെസ്പോൺസ് ഷീറ്റ്. സിനോണിം ആണോ ആൻറ്റോണിം ആണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കാതെ നമ്മൾ ഓപ്ഷൻ പെട്ടെന്ന് കുത്താൻ പോകരുത്. ദ കൺസീൽഡ് ദ മാറ്റർ എന്ന ആൻസർ എന്താ വരിക? ഇതിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ആൻറ്റോണിം ആണ്. ഓപ്പോസിറ്റിലുള്ള ഒരു വേർഡാണ് അവർക്ക് വേണ്ടത്. 68ാമത്തെ ആൻസർ സി ആണ്. അൺവെയിൽഡ് എന്നുള്ളതാണ് ആൻസർ. കൺസീൽഡിൻ്റെ ആൻറ്റോണിം എന്താ? അൺവെയിൽഡ്. 69. ചൂസ് ദ കറക്റ്റ് വേർഡ് ഓർഡർ ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദ റെസ്പോൺസ് ഷീറ്റ്. ഇതും പാറ്റേൺ PSC ഒരുപാട് ഫോളോ ചെയ്യുന്ന പാറ്റേണാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ എങ്കിലും ഇവരിങ്ങനെ വേർഡ് ഓർഡർ അറേഞ്ച് ചെയ്യാൻ തരാറുണ്ട്. പാർക്ക്, ദ, ടു, വെൻ, ചിൽഡ്രൻ, ദേ, യെസ്റ്റർഡേ. നമ്മൾ ഒരു കറക്റ്റായിട്ടുള്ള ഒരു മീനിങ് ഫോം ചെയ്യുന്ന വിധത്തിൽ എന്ത് ചെയ്യണം? ഈ വേർഡ്സിനെ അറേഞ്ച് ചെയ്യണം. 69ാമത്തെ ആൻസർ എ ആണ്. ദ ചിൽഡ്രൻ വെൻ ടു ദ പാർക്ക് യെസ്റ്റർഡേ. പക്ഷേ സിമ്പിളായിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമൊന്നുമില്ല. 70. Convert the reported speech and mark your answer in the response sheet. She said, I met him yesterday. ഇതിൽ റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എന്താ ആൻസർ എന്തായാലും വരും? ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് മെറ്റ് ഹിം ദ പ്രീവിയസ് ഡേ. ഈ യെസ്റ്റർഡേ എന്നുള്ളത് പിന്നെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എന്താവും? യെസ്റ്റർഡേ എന്നുള്ളത് പ്രീവിയസ് ഡേ ആവും. അത് പഠിച്ചു വെക്കണം. ഇപ്പോൾ ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ എന്നുള്ളത് ഷീ ഹാഡ് മെറ്റ് ഹിം ദ പ്രീവിയസ് ഡേ എന്നുള്ളതാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 71 മലയാളത്തിലേക്ക് കടക്കുകയാണ്. വസന്തർത്തു എന്ന പദം ശരിയായി പിരിച്ച് എഴുതുന്നത് എങ്ങനെ? വസന്തർത്തു എന്നുള്ളത് പിരിച്ച് എഴുതുമ്പോൾ വസന്ത പ്ലസ് ഋതു എന്നുള്ളതാവും. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗം ഏത്? 72ാമത്തെ ആൻസർ സി ആണ്. നോക്കി നോക്കി എന്നുള്ളതാണ് ആൻസർ വരിക. കറക്റ്റായിട്ടുള്ള പ്രയോഗം ഏതാ? നോക്കി നോക്കി എന്നുള്ളതാണ്. ബാക്കിയുള്ളതിൻ്റെ ഓപ്ഷൻ എന്തൊക്കെയാണ്? പാടി പാടി, കാണി കാണി, പോകെ പോകെ എന്നുള്ളതാണ് ആൻസർ. നോക്കി നോക്കി എന്നുള്ളതാണ് നമുക്ക് കറക്റ്റായിട്ടുള്ളത് ആൻസർ. 73ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സമൃദ്ധി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ ഡി ആണ് വരിക. സം പ്ലസ് ഋധി. സമൃദ്ധി എന്നുള്ള പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? സം പ്ലസ് ഋധി. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ തെറ്റായുള്ള പ്രയോഗം ഏത്? അതായത് മിസ്റ്റേക്കുള്ള വേർഡ് എങ്ങനെയാണ്? പ്രയോഗം ഏതാണെന്നുള്ള ചോദ്യം. 74ാമത്തെ വറുത്ത ചക്ക സി. ഇവിടെയാണ് ഓപ്ഷൻ വരുന്നത്. ഡബിൾ ഷാഡ ആവശ്യമില്ല. അവിടെ വറുത്ത ചക്ക എന്നുള്ളതാണ് മിസ്റ്റേക്ക് വരുന്നത്. ദെൻ കാറ്റ് എന്ന അർത്ഥം വരാത്ത പദം ഏതാണെന്നുള്ളതാണ് ചോദ്യം. അനലൻ എന്നുള്ളതാണ് ഉത്തരം. കാറ്റ് എന്നുള്ള അർത്ഥമല്ല അനലനിൽ വരുന്നത്. ദെൻ വേറിട്ട പദജോഡി ഏത്? ഓപ്ഷൻ 76ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വന്നിട്ടുള്ളത് എ ആണ്. ഇരിക്കണം ഇരിക്കണം. ഇതാണ് ആൻസർ വരുന്നത്. ഓക്കെ. തെറ്റായ പദം ഏത്? ചെലവ്, പ്രദക്ഷിണം, പ്രവൃത്തി, ചെമപ്പ് എന്നുള്ളതിലെ ആൻസർ എന്താ? പ്രദക്ഷിണം. ഓക്കെ, അതാണ് തെറ്റായിട്ടുള്ളത്. ശരിയായ പ്രയോഗം ഏതുള്ളതാണ് ചോദ്യം. 78ാമത്തെ ദൈനംദിനാവശ്യമാണ് അതിൽ കറക്റ്റായിട്ടുള്ള പ്രയോഗം. ദെൻ ശരിയായ പദം ഏത്? പീഡനം, ഹാർദവം. ഇതിലുള്ള
കറക്റ്റായിട്ടുള്ള പദം ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി യാദൃച്ഛികമാണ് ആൻസറായിട്ട് വരുന്നത്, ശരിയായിട്ടുള്ളത്. ചുവടെ ചേർത്തിരിക്കുന്നതിൽ പരകീയമല്ലാത്ത മലയാള പദം ഏത്? പരകീയമല്ലാത്ത പദം കടലാണ് ആൻസർ വരുന്നത്. ഭൂമിയെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന ഒറ്റ പദം ഏതാണ്? ഓപ്ഷൻ എ ഭൗമികം. ഓക്കെ. കില്ലില്ലേയ ഭ്രമരവര്യനെ നീ വരിച്ചു തെല്ലെങ്കിലും ശലഭമേനിയ മാനിയാതെ എന്നിട്ടുള്ള ഈ 2 വരികളിൽ വണ്ട് എന്നുള്ള അർത്ഥം വരുന്ന പദം ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി ഭ്രമരമാണ് ആൻസർ. ഭ്രമരത്തിൻ്റെ അർത്ഥമാണ് എന്ത്? വണ്ട്. 83ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. പുരോഗതി എന്ന പദത്തിൻ്റെ ഏറ്റവും അനുയോജ്യമായ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്പോസിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. വിപരീത പദം ഏത്? 83ാമത്തെ ആൻസർ ഡി ആണ്, പശ്ചാത്ഗതി. പുരോഗതിയുടെ ഓപ്പോസിറ്റ് എന്താ? പശ്ചാത്ഗതി. അറിയാനുള്ള ആഗ്രഹം എന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏതാ? ജിജ്ഞാസ അല്ലേ? അറിയാനുള്ള നമുക്ക് അത് പെട്ടെന്ന് അറിയണം എന്നുള്ള ആഗ്രഹം എന്താ? ജിജ്ഞാസ, ഒരു ക്യൂരിയോസിറ്റി. ദെൻ 85ാമത്തേത് നോക്കാം. ജനനം മുതൽ മരണം വരെ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒറ്റ പദം ഏതാണ്? 85ാമത്തെ ആൻസർ എന്താ? ആജീവനാന്തം. ഓക്കെ. ജനനം മുതൽ മരണം വരെ എന്ന് പറയുന്നത് ആജീവനാന്തം. ദെൻ 86ാമത്തെ നോക്കാം. വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം ഏത്? 86ാമത്തെ ആൻസർ വിദുഷി. ഓക്കെ. ദെൻ ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ബഹുവചനാർത്ഥമല്ലാത്തതേത്? 87ാമത്തെ ആൻസർ സി ആണ്, അവർകൾ. അത് ബഹുവചനാർത്ഥം അല്ല. ജലം എന്നർത്ഥം വരുന്ന പദം ഏത്? 88ാമത്തെ വനം ആണ് അർത്ഥം വരുന്നത്. ജലം എന്നർത്ഥം വരുന്ന പദം ഏതാണ്? 88ാമത്തെ വനം എന്നുള്ളതിലാണ് ജലം എന്നർത്ഥം വരുന്നത്. ദെൻ 89ലേക്ക് കടക്കാം. ആധുനികതയ്ക്ക് ശേഷം അതിൻ്റെ തന്നെ പ്രവണതകളെ നിലനിർത്തിക്കൊണ്ട് ഉത്തരാധുനികമായത് കണ്ടെത്താൻ ശ്രമിക്കുന്ന സാഹിത്യ പഠന മേഖലയിൽ ഘടനാവാദികൾ തുറന്നിട്ട പരിഷ്കാര നടപടികൾ എന്നും പ്രസക്തമാണ്. ഈ വാക്യത്തിലെ പ്രധാന ആശയം എന്താണ്? 89ാമത്തെ ആൻസർ വരുന്നത് ഡി ആണ്. എന്താ സ്റ്റേറ്റ്മെൻറ്റ് എന്താ കൊടുത്തിരിക്കുന്നത്? സാഹിത്യ പഠന മേഖലയിൽ ഘടനാവാദികളുടെ പരിഷ്കാര നടപടികൾ പ്രസക്തമാണ് എന്നുള്ളതാണ് ആൻസർ. പ്രധാന ആശയം നമ്മൾ ആ മേലെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിൻ്റെ സിമ്പിളായിട്ട് അതിൻ്റെ ആശയം എന്താണ് എന്നുള്ളതാണ് ഈ 4 സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. 90ാമത്തെ നോക്കാം. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള ആ വേർഡ് വിഗ്രഹിക്കുന്നത് എങ്ങനെ? 90ാമത്തെ ആൻസർ എന്താ? ബി, ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം. ഞായറോടൊപ്പം ഉണർന്നു ഞാൻ. ഈ വരികളിലെ ഞായർ എന്ന പദത്തിന് അർത്ഥം എന്താണ്? ഞായർ എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് ക്വസ്റ്റ്യൻ. എന്താണ് ആൻസർ? എന്തായിരിക്കും ഞായർ എന്ന് പറഞ്ഞാൽ? സൂര്യനാണ് ആൻസർ വരിക. ഓക്കെ. 92ാമത്തേത് നോക്കാം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? അയാൾ എന്നും വൈകുന്നേരം പതിവായി ലൈബ്രറിയിൽ പോകാറുണ്ടായിരുന്നു. ഓപ്ഷൻ ബി, പെട്ടെന്നുണ്ടായ ആകസ്മിക സംഭവം കൊണ്ടാണ് ലഹള പൊട്ടിപ്പുറപ്പെട്ടത്. മന്ത്രി ഇന്നും ഇന്നലെ കളക്ടറും അപകടസ്ഥലം സന്ദർശിച്ചു. ഓപ്ഷൻ ഡി, രക്ഷാകർത്താക്കൾ അയാളെ വിദ്യാഭ്യാസമൊന്നും ചെയ്യിച്ചില്ല. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. രക്ഷാകർത്താക്കൾ അയാളെ വിദ്യാഭ്യാസമൊന്നും ചെയ്യിച്ചില്ല. ഇത് മാത്രമാണ് താഴെ കൊടുത്തില്ലെങ്കിൽ ശരിയായിട്ടുള്ള വാക്യം എന്ന് പറയുന്നത്. ബാക്കിയിൽ എല്ലാത്തിലും മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ? 93ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇതിൻ്റെ മലയാള പദമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒഫീഷ്യൽ വേർഡ്സ്, കുറേ വേർഡ്സിൻ്റെ നമ്മൾ സൈറ്റിൽ പോയിട്ട് തന്നെ നമ്മൾ അതിൻ്റെ മലയാളം വേർഡ്സ് എന്താണെന്നുള്ളത് പഠിച്ചു വെക്കണം. PSC എക്സാമിന് പോകുമ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റിൻ്റെ സമാനമായ ഔദ്യോഗിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മലയാള പദം എന്താണെന്നുള്ളതാണ് ചോദ്യം. 93ാമത്തെ ആൻസർ വന്നിട്ട് നിരാക്ഷേപ പത്രമാണ് ആൻസർ വരുന്നത്. എന്താണ്? നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ആൻസർ എന്താ? നിരാക്ഷേപ പത്രം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? അന്യത്ര സേവനം എന്നതിന് സമാനമായ ഇംഗ്ലീഷ് പദം ഏത്? അന്യത്ര സേവനം. ഓപ്ഷൻ ബി എന്താണ്? ഡെപ്യൂട്ടേഷൻ എന്നുള്ളതാണ് ആൻസർ. ദെൻ 95ാമത്തെ തീയില്ലാതെ പുകയില്ല എന്ന ശൈലിയുടെ അർത്ഥം എന്താ? കാര്യവും കാരണവും പരസ്പരാശ്രിതമാണ്. അതായത് നമ്മൾ തമ്മിൽ ഡിപ്പെൻഡൻ്റ് ആണെന്നുള്ളതിൻ്റെ മീനിങ് ആണ് തീയില്ലാതെ പുകയില്ല എന്നുള്ളതിന് വരുന്നത്. ദെൻ 96th ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ
റോം വാസ് നോട്ട് ബിൽഡ് ഇൻ എ ഡേ എന്ന പഴഞ്ചൊല്ല് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അതിബുദ്ധിയുള്ളവർക്ക് കഠിന പ്രയത്നം ആവശ്യമില്ല, സ്ഥിരോത്സാഹിക്ക് നിരന്തരമായ പരിശീലനം ആവശ്യമില്ല, നിരന്തരമായ പ്രയത്നം വിജയത്തിലെത്തിക്കും, റോമാ സാമ്രാജ്യം നിർമ്മിച്ചത് ഒരു ദിവസമല്ല. ആൻസർ എന്താ? നിരന്തരമായ പ്രയത്നം വിജയത്തിലേക്ക് എത്തിക്കും. സിമ്പിൾ അല്ലേ? വെൻ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. ഈ ചൊല്ലിന് സമാനമായിട്ടുള്ള മലയാളത്തിലെ പഴഞ്ചൊല്ല് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. ദെൻ ചുവടെ ചേർത്തിരിക്കുന്നവയിൽ തെറ്റായ ഭാഗം ഏത്? മലയാളത്തിലെ പ്രശസ്ത കവിയായ കുഞ്ഞിരാമൻ നായരുടെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ചാണ് ആറ്റൂർ രവിവർമ്മ തൻ്റെ മികച്ച കവിതകളിൽ ഒന്നായ മേഘരൂപൻ എഴുതിയത്. നമ്മൾ സെൻറ്റൻസിൽ മിസ്റ്റേക്ക് ഉണ്ടോ നോക്കുക. അതല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? വേർഡിലുള്ള മിസ്റ്റേക്ക് ആയിരിക്കും അല്ലേ? സിംഗിൾ വേർഡ് വൈസ് ആയിട്ടുള്ള മിസ്റ്റേക്ക് നോക്കണം. 98ൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബി ആണ്, ഷഷ്ടിപൂർത്തി. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടോ നോക്കിയിട്ട് വേണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ. അപ്പം ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് എന്നുള്ള ക്വസ്റ്റ്യനാണ്, ആൻസറാണ് 98ൽ വരുന്നത്. 99 നോക്കാം. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയതിനാൽ അവനെ താൽക്കാലികമായി ജോലിയിൽ നിന്നും മാറ്റി നിർത്തുന്നു. ഈ വാക്യത്തിൻ്റെ ശരിയായ വിവർത്തനം എന്താ? ഇത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത്. എ ആണ് ആൻസർ. ദാറ്റ് ഈസ് ഹി ഈസ് ടെമ്പററിലി സസ്പെൻഡഡ് ഫ്രം വർക്ക് ഡ്യൂ ടു ദ ഡെറിലിക്ഷൻ ഓഫ് ഒഫീഷ്യൽ ഡ്യൂട്ടി. ഓക്കെ. സാമാന്യം എന്ന പദത്തിൻ്റെ വിപരീതാർത്ഥത്തിൽ പ്രയോഗിക്കുന്നത്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സാമാന്യം എന്ന പദത്തിൻ്റെ വിപരീതാർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് എന്ത്? ഡി, വിശേഷം. ഓക്കെ. സോ അങ്ങനെ നമ്മുടെ KSൻ്റെ പേപ്പർ 2ൻ്റെ ആൻസർ കീ ഡിസ്കഷൻ ഇവിടെ തീരുവാണ്. സോ താങ്ക് യു ഓൾ. നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫ്രണ്ട്സിലേക്കും എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ.